അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കുട്ടികളെ, 4ാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം നടന്ന ഓണപ്പരീക്ഷയിലെ അറബിക് ചോദ്യപേപ്പറാണ് ഈ വീഡിയോയിൽ ഇന്ന് വിശകലനം ചെയ്യാൻ പോകുന്നത്. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിലെ പാഠഭാഗവുമായും പരീക്ഷയുമായും ബന്ധപ്പെട്ട ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യാമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. മൊത്തം 5 പ്രവർത്തനങ്ങളാണുള്ളത്. അതിൽ 2 പ്രവർത്തനങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. നക്തുബുൽ ജുമുഅ കമാഫിൽ മിസാലി. ഉദാഹരണത്തിൽ കാണുന്നത് പോലെ ഓരോന്നിനും ജമ്മ് എഴുതുക. നമ്മൾ പഠിച്ചാണ് മുഫ്രദ് ജമ്മ് ഒന്നാമത്തെ പാഠത്തിൽ. അപ്പോൾ ഇവിടെ ചോദ്യം അല ത്വാവിലത്തി കിതാബുൻ, മേശയുടെ മുകളിൽ ഒരു പുസ്തകമുണ്ട് എന്ന്. അപ്പോൾ രണ്ടാമത്തത് അല ത്വാവിലത്തി കുത്തുബൻ, മേശയുടെ മുകളിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അലൽ ഖർസി സഹറുൻ, ചെടിയുടെ മുകളിൽ പൂവുണ്ട്. അലൽ ഖർസി, അവിടെ എന്താണ് വേണ്ടത് എന്നാണ് എഴുതേണ്ടത്. അതുപോലെ അല ഷജറത്തി ത്വായിറുൻ, മരത്തിന്മേൽ പക്ഷിയുണ്ട്. ഇനി അല ഷജറത്തി, കുറേ പക്ഷികളുണ്ട് എന്ന് എങ്ങനെ എഴുതും? ഇവിടെ എഴുതേണ്ടത് അലൽ ഖർസി അസ്ഹാറുൻ എന്നാണ്, ഒരുപാട് പൂക്കളുണ്ട്. അതുപോലെ രണ്ടാമത്തത് അല ഷജറത്തി തുയൂറുൻ, മരത്തിൽ ഒരുപാട് പക്ഷികളുണ്ട്. അപ്പോൾ ത്വായിറിന് ജമ്മാണ് തുയൂർ, സഹറിന് ജമ്മാണ് അസ്ഹാർ. അടുത്തത് അമാമൽ മദ്രസത്തി നബാത്തുൻ, മദ്രസയുടെ മുമ്പിൽ ചെടിയുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ മദ്രസയുടെ മുമ്പിൽ ഒരുപാട് ചെടികളുണ്ട് എന്ന് എങ്ങനെ എഴുതും? പിന്നെ അതിൻ്റെ അടുത്ത ചോദ്യം ഒരു വീടാണ്. ഒരു വീടിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, അപ്പുറത്ത് 3 വീടുകളുണ്ട്. അപ്പോൾ ഒരു വീടിന് എന്താ പറയുക? 3 വീടിന്, അതായത് കൂടുതൽ വീടിന് എന്താ പറയും? പിന്നെ അതിൻ്റെ താഴെ 2 കോളം മാത്രം കൊടുത്താണ്. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ള പിക്ചർ അവിടെ വരയ്ക്കാം. ഒന്നാമത്തേൽ ഒരു പിക്ചർ വരയ്ക്കുക, രണ്ടാമത്തേൽ 3 പിക്ചർ വരയ്ക്കുക. എന്നിട്ട് അതിന് എന്താണ് മുഫ്രദ് ജമ്മ് എന്താണ് എന്ന് അവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ ആദ്യത്തത് അമാമൽ മദ്രസത്ത് നബാത്താത്തുൻ, മദ്രസത്തിന് മുമ്പിൽ ചെടികളുണ്ട്. നബാത്തിൻ്റെ ജമ്മാണ് നബാത്താത്ത്. രണ്ടാമത്തെ ഒരു വീടിന് ബൈത്ത് എന്ന് പറയും, ഒരുപാട് വീടുകൾക്ക് ബുയൂത്ത് എന്ന് പറയും. അവസാനത്തത് ഒരു മരം, ഇങ്ങനെ ഇഷ്ടമുള്ള വരക്കട്ടോ, ഞാനൊരു ഉദാഹരണം വരച്ചതെന്ന് മാത്രമേ ഉള്ളൂ. ഷജറത്തിൻ്റെ ഒരു മരം, അപ്പോൾ കുറേ മരങ്ങൾക്ക് അഷ്ജാറുൻ, ഷജറത്തിന് ജമ്മാണ് അഷ്ജാർ. ബി, ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ചോയ്സാണ്. ഒന്നെങ്കിൽ അത് എഴുതുക, അല്ലെങ്കിൽ ഇത് എഴുതിയാൽ മതി. ഇവിടെ ജമ്മുകൾ കൊടുത്തിട്ടുണ്ട്. ആ ജമ്മുകളുടെ മുഫ്രദ് എഴുതാനാണ്. അതിന് മുഫ്രദ് കണ്ടെത്താൻ വേണ്ടി കുറച്ച് ബൈത്തുകൾ, പോയം അവിടെ കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ ബുയൂത്ത്, വീടുകൾ. അപ്പോൾ അതിന് ഒരു വീട് എന്താ പറയുക? അതുപോലെ ആബാർ, കിണറുകൾ. അസ്ഹാർ, പൂക്കൾ. ജദാവിൽ, അരുവികൾ. അഗ്റാസ്, ചെടികൾ. ഔറാഖ്, ഇലകൾ. ഇതിൻ്റെ എല്ലാം മുഫ്രദ് ഏകവചനം കണ്ടെത്താൻ വേണ്ടിയാണ് ചോദ്യം. അപ്പോൾ അത് ബൈത്തൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ആൻസർ ഇങ്ങനെ ഉണ്ടാവും. ഒന്നാമത്തെ ബൈത്ത് ബുയൂത്ത്, ബിർ ആബാർ, സഹർ അസ്ഹാർ, ജദ്വൽ ജദാവിൽ, ഖർസ് അഗ്റാസ്, വറക്ക് ഔറാഖ്. ഈ പോയം വായിച്ച് നോക്കിയാൽ ഈ ഏകവചനങ്ങൾ, ഈ മുഫ്രദാത്തുകളൊക്കെ നമുക്ക് അതിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കും. അടുത്തതിൻ്റെ ബാക്കി തന്നെയാണ്. നഖ്താർ മിനൽ മങ്ലൂമി സത്രം ഫിഹി കലിമത്ത് സലാം. ഈ പോയത്തിൽ നിന്ന് സലാം എന്ന പദം ഉള്ള ആ ഒരു വരി എഴുതാൻ. രണ്ടാമത്തത് ഖഫീഫ് എന്ന പദമുള്ള വരി കണ്ടെത്തി എഴുതാനാണ്. വളരെ സിമ്പിളാണ്. പോയം ഒറ്റ പ്രാവശ്യം വായിച്ച് നോക്കിയാൽ മനസ്സിലാകും. അപ്പോൾ അതിൻ്റെ ഉത്തരം ഇങ്ങനെയാണ്. ഒന്നാമത്തെ വാദി ജമീലുൻ ഫിഹി സലാം, അപ്പോൾ സലാം എന്ന ആ പദമുള്ള വരിയാണ് അവിടെ എഴുതിയത്. രണ്ടാമത്തത് ജദ്വലൻ യുഗന്നി ബിലഹരിൻ ഖഫീഫ്, ഖഫീഫ് എന്നുള്ള ആ പദമുള്ള വരിയാണ്. രണ്ടാമത്തെ പ്രവർത്തനം നുക്മിലു ഷംസൽ മുഫ്രദാത്തി വനക്തബുൽ ജുമല, അതായത് പദസൂരൻ നിർമ്മിക്കുക. ഇവിടെ ഹാഫിൽ അല നലാഫത്തി, വൃത്തിയായി സൂക്ഷിക്കുക. ഒരു ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്. അൽ ബി ആ, നമ്മുടെ ചുറ്റുപാട്, പ്രകൃതി എന്ത് ചെയ്യുക? വൃത്തിയായി സൂക്ഷിക്കുക. അങ്ങനെ വൃത്തിയായി സൂക്ഷിക്കേണ്ട മറ്റ് ഒരു 4 കാര്യങ്ങളും കൂടി അവിടെ എഴുതി കൊടുക്കാനാണ് ചോദ്യം. അപ്പോൾ ഉത്തരം ഇങ്ങനെ ഉണ്ടാകും. ഹാഫിൽ അല നലാഫത്തിൽ മദ്രസ, നിങ്ങൾ സ്കൂൾ വൃത്തിയായി സൂക്ഷിക്കുക. ഹാഫിൽ അല നലാഫത്തിൽ ബൈത്ത്, വീട് വൃത്തിയായി സൂക്ഷിക്കുക. ഹാഫിൽ അല നലാഫത്തിൽ ബീർ, കിണർ വൃത്തിയായി സൂക്ഷിക്കുക. ഹാഫിൽ അല നലാഫത്തിൽ ബിർക്ക, കുളം വൃത്തിയായി സൂക്ഷിക്കുക. ഇതല്ലാത്തതും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ആ ചോദ്യത്തിൻ്റെ ബാക്കി തന്നെയാണിത്. എന്നിട്ട് അത് ഒരു സെൻറ്റൻസ് ആക്കി ഇവിടെ എഴുതാനാണ് പറയുന്നത്. ഹാഫിൽ അല നലാഫത്തിൽ ബി ആ എന്നവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഹാഫിൽ അല നലാഫത്തിൽ ബിർക്ക,
നലാഫത്തുൽ ബൈത്ത്, നലാഫത്തുൽ മദ്രസ, നലാഫത്തുൽ ബിർ എന്ന് സെൻറ്റൻസ് ആക്കി ഇവിടെ എഴുതി കൊടുക്കുക. മൂന്നാമത്തെ പ്രവർത്തനം നസിലു വനക്തുബ്. ഇവിടെ മാച്ച് ചെയ്യുക. മുകളിൽ ഹാദ ഹാദിഹി, ഹാദ ഹാദ ഹാദിഹി എന്ന് കൊടുത്തിട്ടുണ്ട്. താഴെ കുറേ പിക്ചറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ് സ്യൂട്ടബിൾ ആയത് അതിനോട് മാച്ച് ചെയ്യുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹാദയുടെയും ഹാദിയുടെയും ഉപയോഗം നമ്മൾ പഠിച്ചതാണ്. പുല്ലിംഗാണെങ്കിൽ ഹാദ, സ്ത്രീലിംഗാണെങ്കിൽ ഹാദി എന്നൊക്കെ പഠിച്ചതാണ്. ആ ഒരു ഇത് വെച്ചിട്ട് അത് കൃത്യമായി മാച്ച് ചെയ്യുക. മാച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടാകും. ഫസ്റ്റത്തത് ഉണ്ടോ, ഹാദിഹി ഷജറത്ത്, ഹാദ അർണബ്, ഹാദിഹി മദ്രസ, ഹാദ ബിർ, ഹാദ ബുസ്താൻ. അതിനുശേഷം അതൊരു സെൻറ്റൻസ് ആക്കി ഈ വരികളിൽ എഴുതാനാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഹാദ ബുസ്താനുൻ ജമീലുൻ, ഇത് ഭംഗിയുള്ള ഒരു പൂന്തോട്ടമാണ്, ഒരു തോട്ടമാണ്. അപ്പോൾ ഇതുപോലെ സെൻറ്റൻസ് ഉണ്ടാക്കി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ നോക്കുക, ഹാദിഹി മദ്രസത്തുൻ ജമീലത്തുൻ, ഇത് ഭംഗിയുള്ളൊരു മദ്രസയാണ്, സ്കൂളാണ്. മൂന്നാമത്തത് ഹാദാ ബിറുൻ നലീഫുൻ, ഇത് വൃത്തിയുള്ള കിണറാണ്. ഹാദിഹി ഷജറത്തുൻ കബീറത്തുൻ, ഇത് വലിയൊരു മരമാണ്. ഹാദാ അർണബുൻ സഗീറുൻ, ഇത് ചെറിയ മുയലാണ്. ഈ രീതിയിൽ സെൻറ്റൻസ് അറബിയിൽ ഉണ്ടാക്കി അവിടെ എഴുതുക. അടുത്തത് നാലാമത്തെ പ്രവർത്തനമാണ് നക്റഉൽ ഫിക്ര വ നുക്മിൽ ഹിവാറ. ഈ ഒരു പാരഗ്രാഫ് വായിച്ച് അതിനുശേഷം വരുന്ന ഒരു ഹിവാറുണ്ട്, കോൺവെർസേഷൻ, അത് പൂർത്തിയാക്കാനാണ് പറയുന്നത്. അസമ അസ്തികാവ് മജ്മുഅത്ത് വാട്സപ്പ് ഗ്രൂപ്പ്. വാട്സപ്പ് ഗ്രൂപ്പിലെ ഫ്രണ്ട്സ്, സുഹൃത്തുക്കൾ എന്ത് ചെയ്തു, തീരുമാനിച്ചു അല്ല തൻലീഫി ബിറിൽ മദ്രസ, സ്കൂളിലെ കിണറൊന്ന് വൃത്തിയാക്കാൻ. അങ്ങനെ ഖറജ ഫാസിൽ പുറപ്പെട്ടു ഇല മദ്രസയിലേക്ക്. ഫലക്കിയ സദീഖഹു ബാബു ഫി തരീഖ്, വഴിയിൽ വെച്ച് തൻ്റെ സുഹൃത്തായ ബാബുവിനെ കണ്ടു. അങ്ങനെ ഫജറ ബൈനഹുമാ ഹിവാർ, അവർക്കിടയിൽ ഒരു സംഭാഷണം, ഒരു കോൺവെർസേഷൻ നടക്കുകയാണ്. അതാണ് നമ്മളിവിടെ ഫില്ല് ചെയ്യേണ്ടത്. ഇതാണ് കോൺവെർസേഷൻ. ഇതിൽ വിട്ട ഭാഗം പൂർത്തിയാക്കുക. ആദ്യമായി ബാബു സബാഹുൽ ഖൈർ, അപ്പോൾ ഫാസിൽ സബാഹുൻ നൂർ. അപ്പോൾ ബാബു ഇല അതിനെ എവിടേക്കാണ് പോകുന്നത്, ഫാസിലിൽ മദ്രസ, മദ്രസയിലേക്ക് പോവാണ്. അപ്പോൾ ബാബു ചോദിക്കുന്നു, ലിമ എന്തിനാണ് പോകുന്നത്, ഫാസിലിൽ തൻലീഫിൽ ബീരി, കിണർ വൃത്തിയാക്കാൻ. ബാബു ഹാദ അമലുൻ മിസാലിൻ, അപ്പോൾ ബാബു പറയുകയാണ് ഇതൊരു മാതൃകാപരമായ പ്രവർത്തനമാണെന്ന്. അപ്പോൾ ഫാസിൽ രാശി ശുക്രൻ, ബാബു അഫ്വൻ. അഞ്ചാമത്തെ പ്രവർത്തനം ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം സ്കൂളിൽ ആചരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് കുട്ടികളെല്ലാവരും ഒരുപാട് പച്ചക്കറികൾ, ഫ്രൂട്ട്സുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ 2 കോളം കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഹൽറാവാത്ത് പച്ചക്കറികൾ, 2 അൽ ഫവാക്കി ഫ്രൂട്ട്സ്. പച്ചക്കറികളുടെ കോളത്തിൽ പച്ചക്കറികളുടെ പേര് എടുത്തെഴുതുക. ഫവാക്കീൻ്റെ കോളത്തിൽ അതിൽപ്പെട്ട ഫ്രൂട്ട്സിൻ്റെ പേര് എടുത്തെഴുതാനാണ്. അപ്പോൾ നല്ലോണം വായിച്ച് നോക്കുക. അതിന് ശേഷം ഓരോന്നും ഓരോ കോളത്തിലേക്ക് എഴുതുക. ബാമിയ, വെണ്ടക്ക, തമാത്യം, തക്കാളി, ഖിയാർ, കക്കരി, ജസർ, ക്യാരറ്റ്. ഫ്രൂട്ട്സിൻ്റെ കോളത്തിൽ ജുവാഫ, പേരക്ക, മൗസ്, പഴം, ബുർത്തുക്കാൽ, ഓറഞ്ച്, തുഫാഹ്, ആപ്പിൾ. ഇത് അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ചോയ്സാണ്. ഒന്നുകിൽ ആ പ്രവർത്തനം എഴുതുക, അല്ലെങ്കിൽ ഈ പ്രവർത്തനം എഴുതിയാൽ മതി. ദഖല അമാൻ, അമാന് സൂപ്പർ മാർക്കറ്റിൽ പോയി. അങ്ങനെ അവിടെ വെച്ച് അവന് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഫ്രൂട്ട്സ്, പച്ചക്കറികളൊക്കെ വാങ്ങി. അങ്ങനെ അമാനും കച്ചവടക്കാരനും തമ്മിലുള്ളൊരു ചെറിയ സംഭാഷണമാണ്. അത് പൂർത്തിയാക്കാനാണ് പറയുന്നത്. ആദ്യം അമാൻ മസാഉൽ ഖൈർ, ഈ കച്ചവടക്കാരൻ മസാഉൻ നൂർ. മാതാ തുരീദ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അമാൻ ഉരീദ് തമാത്യം വേണം, ഖിയാർ വേണം, ജസർ വേണം. അപ്പോൾ ബായി തുരീദിൽ ഫവാക്കിയ, ഫ്രൂട്ട്സ് വേണമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അമാൻ തബൻ, ഓഫ് കോഴ്സ്, തീർച്ചയായും ഫ്രൂട്ട്സ് വേണം, മൗസ് വേണം, തുഫാഹ് വേണം, അനാനാസ് വേണം. ബായി തഫലത കൊടുക്കുന്നു. അങ്ങനെ ശുക്രൻ അഫ്വൻ എന്ന് പറഞ്ഞ് അവിടെ കോൺവെർസേഷൻ അവസാനിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.